Hi students, today I am going to discuss types of computer networks. ഇന്ന് ഏതൊക്കെ ടൈപ്പ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഉണ്ട് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് പാൻ, 2 ലാൻ, 3 മാൻ, വാൻ, VPN, CAN. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 പറയുന്നത് പാനും ലാനും മാനും വാനുമാണ്. വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തത് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഏറ്റവും ചെറിയ നെറ്റ്വർക്കാണിത്. ദി ഡിവൈസ് കണക്റ്റഡ് ത്രൂ ബ്ലൂടൂത്ത് ഓർ അതർ ഇൻഫ്രാറെഡ് എനാബിൾഡ് സർവർ ഡിവൈസസ്. നമ്മുടെ ലാപ്ടോപ്പിൽ നിന്ന് മൊബൈലിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് മറ്റു ഡിവൈസുകളിലേക്കോ കണക്ട് ചെയ്യുക, മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യുക, അതിനൊക്കെ നമുക്ക് പറയാം പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയാം. പിന്നെ ഇതിൻ്റെ ആകെ റേഞ്ച് എന്ന് പറഞ്ഞത് ഒരു ഏറ്റവും ചുരുങ്ങിയത് 10 മീറ്റേഴ്സാണ്. 10 മീറ്റേഴ്സിന് അത്ര ഒന്നും ഉണ്ടാവില്ല, എന്നാലും ഏകദേശം പറയാം അങ്ങനെയാണ്. ഇത് കണക്ടിവിറ്റി റേഞ്ചാണത് പറയുന്നത്. പക്ഷേ അത്രയൊന്നും കൂടില്ല, വളരെ ചുരുങ്ങിയ സ്ഥലത്തേക്ക് മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലാനാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ എ സ്മോൾ നെറ്റ്വർക്ക് ലൈക്ക് ഇൻ എ ബിൽഡിംഗ് ഓർ എ സ്മോൾ ഓഫീസ്. അല്ലെങ്കിൽ ഒരു റൂം, ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഓഫീസ് ഒക്കെയാണ് നമ്മൾ സ്കൂള് കോളേജുകൾ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കുകളൊക്കെ ലാനാണ്. ഇത് ചിലവ് കുറഞ്ഞാണ്. ഇറ്റ് ഈസ് ഇൻഎക്സ്പെൻസീവ്. ഇതൊരു കഴിയുന്ന ഒരു റൂമിലൊക്കെയാണ് അധികം കണക്ട് ചെയ്യുന്നത്, ഒരു ബിൽഡിങ്ങിൽ, ചെറിയ ബിൽഡിങ്ങിലൊക്കെ. ഇതിൽ യൂസ് ചെയ്യണത് ഇറ്റ് യൂസസ് ഇഥർനെറ്റ് ഓർ ടോക്കൺ റിംഗ് ടെക്നോളജിയാണ്. അത് മറ്റു വീഡിയോയിൽ പറയും. ഇതിൽ നമുക്ക് ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാനാണ് ഇത് നമ്മൾ ലാൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ വയറിലോ വെച്ച് കണക്ട് ചെയ്യാണ് ചെയ്യുക, ഓരോ നോഡുകളും. ഇതിൻ്റെ ട്രാൻസ്ഫർ, ഡാറ്റ ട്രാൻസ്ഫർ ഭയങ്കര ഫാസ്റ്റായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ലാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എ നെറ്റ്വർക്ക് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് വിത്തിൻ എ സിറ്റി. ഒരു സിറ്റിയിൽ കണക്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത്. സിറ്റി ഉദ്ദേശിക്കുന്നത് കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ ജില്ലയും ഓരോ സിറ്റി ആയിട്ട് പറയാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയാം. ഇപ്പോൾ കൊച്ചി, ട്രിവാൻഡ്രം അല്ലെങ്കിൽ കാലിക്കറ്റ്, അങ്ങനെയുള്ള സിറ്റികളൊക്കെ അല്ലേ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ സിറ്റികളെ മൊത്തം കണക്ട് ചെയ്യുകയാണെങ്കിലും ചെറിയ സിറ്റി ആണെങ്കിലും അത് നമുക്ക് അത് സിറ്റിയായിട്ട് കണക്ക് കൂട്ടാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേബിൾ ടി വിൻ്റെ കണക്ഷൻ. കേബിൾ ടി വി എന്ന് പറയുന്നത് ഒരു സിറ്റിയിൽ മാത്രം ഉള്ള ഒരു ചെറിയൊരു കണക്ഷനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കണക്ഷനുകളൊക്കെ ഉണ്ടാവാം. അതൊക്കെയാണ് മാൻ എന്ന് ഉൾപ്പെടുത്തുന്നത്. ഇത് ഹയർ റേഞ്ചാണ്. സിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയ സിറ്റിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹയർ റേഞ്ച് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പല ചെറിയ ചെറിയ ഓർഗനൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഒരു സിറ്റിയിൽ തന്നെ കുറേ ഓർഗനൈസേഷൻ, കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരസ്പരം കണക്ട് ചെയ്യുന്നതിന് നമുക്ക് മാനാണ് യൂസ് ചെയ്യുക. ഇനി നാലാമത്തതാണ് വാൻ എന്ന് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് വിച്ച് കവേഴ്സ് ഓവർ എ കൺട്രി ഓർ എ കോണ്ടിനെൻ്റ്. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിലൊക്കെ മൊത്തമായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് വേൾഡിൽ മൊത്തമായിട്ടൊന്ന് പറയാം. അത് നമ്മൾ പറയാം വാൻ എന്നാണ് പറയാം. അതായത് ലോകമാകെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് എന്നാണ് പറയാം, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് അതിന് എക്സാമ്പിളാണ്. അതുപോലെ ടെലിഫോൺ ലൈനൊക്കെ വാനായിട്ട് കണക്കൂട്ടാം. ഇപ്പോൾ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വലിയ വലിയ ബാങ്കുകളൊക്കെ, ലോകത്ത് വ്യാപിച്ച് കിടക്കുന്ന, വേൾഡ് ഒന്നായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ബാങ്കുകളൊക്കെ ഉണ്ടാവാം പല രാജ്യങ്ങളിലായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വാനിലാണ് ഉൾപ്പെടുത്തുന്നത്. വലിയ ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ അതൊക്കെ വാനിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തതാണ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. എ നെറ്റ്വർക്ക് വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് പബ്ലിക് വയേഴ്സ് ടു കണക്ട് ടു എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. VPN എന്ന് പറയുന്നത്
നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലിരുന്നു കൊണ്ട് തന്നെ മറ്റൊരു നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെതൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ രാജ്യത്തുള്ള ഏതെങ്കിലും നെറ്റ്വർക്കുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് യൂസ് ചെയ്യുക വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണെന്ന് പറയാം. അപ്പോൾ അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒരു ഫേസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഫേസ്ബുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൻ്റെ പേജ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്ക് നമ്മൾ വരുന്നത് വേറെ രാജ്യത്തിൻ്റെ സൈറ്റിൽ നിന്ന് അവിടുന്ന് വരികയാണ്, സെർവറിൽ നിന്ന് വരുന്നതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ളത് ആണ് നമ്മൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതൊരു വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കുറച്ച് എൻക്രിപ്റ്റഡ് ആണ് സംഭവം. പക്ഷേ എൻക്രിപ്റ്റഡ് ആണെങ്കിലും ഏതെങ്കിലും ഗവൺമെൻറ് സോഴ്സിനൊക്കെ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ IP അഡ്രസ്സ് ആണ് എന്ത് ചെയ്യണത്, നമ്മൾ എന്ത് തുറക്കുമ്പോൾ നമ്മൾ IP അഡ്രസ്സാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇതിൽ എന്താ വെച്ചാൽ നമ്മൾ IP അഡ്രസ്സ് മറച്ച് വെച്ചിട്ടാണ് വേറെ രാജ്യത്തിൻ്റെ സെർവറിൽ നിന്നും ഡാറ്റകൾ എടുക്കുന്നത്. നമ്പർ ഓഫ് സിസ്റ്റം വിച്ച് എനാബിൾ യു ടു ക്രിയേറ്റ് നെറ്റ്വർക്ക്സ് യൂസിങ് ദ ഇൻ്റർനെറ്റ് ആസ് എ മീഡിയം ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ഡാറ്റ. ഇതിൽ VPN ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ സിസ്റ്റം യൂസ് എൻക്രിപ്ഷൻ ആൻഡ് അതർ സെക്യൂരിറ്റി മെക്കാനിസം ടു എൻഷുർ ഓൺലി ഓതറൈസ്ഡ് യൂസേഴ്സ് ക്യാൻ ആക്സസ്. അല്ലേ, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ഫേസ്ബുക്ക് പോലെയുള്ള അതൊക്കെ ആകുമ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അതാണ് ഈ VPN എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് യൂസ്ഡ് ഇൻ എഡ്യൂക്കേഷണൽ എൻവയോൺമെൻറ്റ് സച്ച് ആസ് യൂണിവേഴ്സിറ്റി, സ്കൂൾ ഓർ കോളേജ്. ഇതിൽ വരുന്നത് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ തൊട്ടടുത്തുള്ള പല നെറ്റ്വർക്കുകളെ ഒരുമിച്ച് ഒരൊറ്റ യൂണിറ്റായിട്ട് കാണാം. അപ്പോൾ ഒരു കോളേജൊക്കെ ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.